ഹായ്, ഏവർക്കും റാഫീസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് റാഫീസ് ഗരം മസാലയുടെ ഒരു പ്രത്യേക കൂട്ടാണ്. പല വീടുകളിലും ഗരം മസാല തയ്യാറാക്കുന്നത് ചട്ടിയിൽ വറുത്ത് പൊടിച്ചാണ്. എന്നാൽ വെയിലത്ത് ഉണക്കി പൊടിച്ചാലാണ് അതിൻ്റെ ശരിയായ ഗുണം നമുക്ക് കിട്ടുക. ഇത് അങ്ങനെ വെയിലത്ത് ഉണക്കിയെടുത്ത മസാലക്കൂട്ടാണ്. അതിൻ്റെ അളവ് ശരിയായാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ശരിയായ രുചി കിട്ടുകയുള്ളൂ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം കറുകപ്പട്ട, 100 ഗ്രാം ഏലക്കായ്, 50 ഗ്രാം ഗ്രാമ്പു, 50 ഗ്രാം ഷാജീരകം, 50 ഗ്രാം കുരുമുളക്, 50 ഗ്രാം തക്കോലം, 25 ഗ്രാം ജീരകം, 25 ഗ്രാം ജാതിപത്രി, 4 പട്ടയുടെ ഇല, 2 ജാതിക്ക. കറുകപ്പട്ട, ഏലക്കായ് ഇതിൻ്റെ പകുതിയാണ്. ഗ്രാമ്പു, ഷാജീരകം, കുരുമുളക്, തക്കോലം എടുക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം പകുതിയാണ് ജീരകവും ജാതിപത്രിയും എടുക്കേണ്ടത്. അതായത് 1, അര, കാൽ എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. കറുകപ്പട്ട, ഏലക്കായ് അതിൻ്റെ പകുതി ഈ ഐറ്റംസും, കറുകപ്പട്ട, ഏലക്കായ് അതിൻ്റെ 1/4 ഭാഗം ജീരകവും ജാതിപത്രിയും എടുക്കണം. 4 പട്ടയുടെ ഇലയും 2 ജാതിക്കയും. ഇത് എല്ലാം കൂടി 450 ഗ്രാമാണ് വരുന്നത്. അതേ അളവിലാണ് പെരുംജീരകം നമുക്ക് എടുക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം. റാഫീസ് ഗരം മസാലയുടെ കൂട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.